നമസ്കാരം. നമസ്കാരം ബാലചേട്ടാ. ബാലചേട്ടൻ, ഞാൻ വിളിച്ചത് നമ്മുടെ ഈ GCDA വക സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തില് ഒരു പ്രോഗ്രാം കാണാൻ വന്ന MLA ഉമാ തോമസ് അതിഭീകരമായ പരിക്കുകളോടെ പിന്നെ സ്റ്റേഡിയത്തിന്റെ മുകളിൽ കണ്ട സ്റ്റേജിൽ നിന്ന് താഴെ വീണ് ഇപ്പൊ അവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ചേട്ടാ, ഇതില് നിറയെ ദുരൂഹതകൾ, അതായത് ഈ പ്രോഗ്രാം നടത്തിപ്പ് തുടങ്ങി ഇപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു നിവേദിത എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റാരുടെയൊക്കെയോ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സസ്പെൻഷനിലൂടെ തീർത്ത് തടി ഊരാനുള്ളതാണോ? ചേട്ടൻ എന്താ തോന്നുന്നത്? താങ്കളെ പോലെ പിന്നെ അതുവഴി രാവിലെ മോർണിംഗ് വാക്കും സ്റ്റേഡിയത്തെ കുറിച്ച് അടുത്തറിയുന്ന ഒരു വ്യക്തി, ഒരു പൊതുപ്രവർത്തകൻ, ഒന്ന് വിശദീകരിക്കാമോ? ഇതെന്താ ശരിക്കും സംഭവിച്ചത്? ഇന്ന് രാവിലെ പത്രവാർത്തയില് ഹെൽത്ത് ഇൻസ്പെക്ടർ നിത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത വായിക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ ഇത് ചെറിയ ചെറിയ മീനുകളെ ബലിയാടാക്കി വൻ ക്രാവുകളെ രക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ സത്യത്തില് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ഇനി ഇത്രയും സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന ഇത്തരം വലിയൊരു പരിപാടി, ഈ പരിപാടി നടത്തുന്നവർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എതിർപ്പ് വച്ചാൽ അവർക്ക് അനുമതി മേടിക്കാനായിട്ടുള്ള കഴിവ് ഇല്ല എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അവരത് കൊച്ചി നഗരസഭയുടെ മുഖ്യ കാര്യാലയത്തിൽ പോയി അവരതിന്റെ പെർമിഷൻ എടുക്കും. അപ്പോഴും ഇവര് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിലെ കരടായിട്ട് മാറും. അങ്ങനെ ചില മേഖലകളിൽ ചില ഉദ്യോഗസ്ഥ മേഖലകൾ കണ്ണടച്ച് കളയുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്റ്റേഡിയത്തിൽ നടന്ന അപകടം, ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA വീഴാനിടയായിട്ടുള്ള സംഭവത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം. കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിലാണെന്ന് തോന്നുന്നു GCDA തന്നെ ഈ സ്റ്റേഡിയം പരിപാടികൾക്ക് സുരക്ഷിതമല്ലാത്ത മേഖലയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് അപേക്ഷ വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ സംഘം ഇവിടെ വന്ന് അന്വേഷിക്കുകയും അതിന്റേതായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കമ്മിറ്റിയും കൂടിയിട്ട് ഇതിനകത്ത് 30,000-ത്തിലധികം ആൾക്കാരെ കയറ്റാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത് 1200 പേരുടെ പ്രോഗ്രാം 1150 പേര് വരെ എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് 24,000 ടിക്കറ്റുകൾ പോയി എന്ന് പറയുന്നു. അതുകൂടാതെ കോംപ്ലിമെന്ററി പാസ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 24 എന്ന് കവിഞ്ഞ് ഏതാണ്ട് ഒരു 40,000 വരെയുള്ള ആൾക്കാർ അപ്പോഴും കയറിയിട്ടുണ്ട്. അത് തന്നെ എന്താ പറയണ, ഒരു നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനത്തിന് വഴിയൊരുക്കി കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സ്റ്റേഡിയത്തിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ടെമ്പററി VIP സ്റ്റേജ്, അത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് GCDAയുടെ ചട്ടം. GCDAയുടെ ചട്ടത്തിൽ അതിലും പ്രധാനമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള പരിപാടികൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റേഡിയം നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉമാ തോമസ് MLA വീഴുന്ന സമയത്ത് ആ സ്റ്റേഡിയത്തിന്റെ 2 കവാടങ്ങൾ മാത്രമാണ് തുറന്നിട്ടിരുന്നത്. സ്വാഭാവികമായിട്ടും MLA വീണ് കഴിഞ്ഞിട്ട് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന ആൾക്കാര് ഈ MLAയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. കാരണം അതിനകത്തേക്ക് ആംബുലൻസ് എത്താനായിട്ട്, അല്ലെങ്കിൽ ആംബുലൻസ്, ഫയർഫോഴ്സ് പോലുള്ള സ്ഥലങ്ങള്, വാഹനങ്ങൾ ഇടേണ്ട സ്ഥലം അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ്. ആ ആംബുലൻസ് അതിനകത്തേക്ക് എത്തിക്കുവാനും ഇവരെ എടുത്തുകൊണ്ടുപോയി സെക്ടറിൽ എടുത്തുകൊണ്ടുപോയി വണ്ടിയിൽ കയറ്റുവാനും, അതുപോലെ തന്നെ ഈ 1200ഓളം വന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഡാൻസുകാരുടെ വാഹനങ്ങൾ റോഡിൽ കിടക്കുന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള റിനൈ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന്
വലിയ ബുദ്ധിമുട്ട്, വലിയ ത്യാഗം അല്ലെങ്കിൽ വലിയൊരു പരിശ്രമം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. ഒരു എമർജൻസി എക്സിസ്റ്റിന്റെ സംവിധാനം അല്ലെങ്കിൽ ആംബുലൻസ് കടന്നു പോകാനായിട്ടുള്ള മാർഗങ്ങള്, ഇതിന്റെ എല്ലാം സുരക്ഷാ വീഴ്ച, അതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ടെമ്പററി VIP സ്റ്റേജ് കെട്ടിയതിന്റെ മുമ്പിൽ വെറുതെ ഇത്രയും പൊക്കമല്ലേ ഉള്ളത്, 18-18 അടി പൊക്കം ഉള്ള സ്റ്റേജ് നിർമ്മിക്കുമ്പോ ഏത് കണ്ണുപൊട്ടനായാലും ശരിയല്ലേ, ഏത് മണ്ടനാണെങ്കിലും ശരിയല്ലേ, അതിന്റെ മുമ്പില് ഒരു ബാരിക്കേഡ് പോലെ വച്ച് കെട്ടി അത് ഡെക്കറേറ്റ് ചെയ്ത് ഇടേണ്ടതിന് പകരം വെറുതെ നമ്മുടെ മെയിൻ റോഡിലൊക്കെ ബസ്സൊക്കെ ഇടിച്ചു പോകുന്നത് മാതിരി ട്രാഫിക് ഐലൻഡില് വയറ് ചുറ്റി വെച്ചേക്കുന്ന മാതിരി ഒരു റിബണല്ലേ ഈ സ്റ്റേജിന്റെ മുമ്പിൽ വെച്ചത്. മാത്രമല്ല ബാലിച്ചേട്ടാ, അത് മാത്രമല്ല, ആ MLA വീഴുന്ന വീഡിയോകൾ ഇപ്പോൾ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആ സ്റ്റേജില് കസേര ക്രമീകരിച്ചിരിക്കുന്നത്, ചെയർ ക്രമീകരിച്ചിരിക്കുന്നത്, ഇപ്പോ സ്റ്റേജിലിരിക്കുന്ന പ്രമുഖർക്ക് ഒരു ബൊക്കെ കൊടുക്കാൻ, ഒരു കുട്ടികൾക്ക് നടന്നു പോകാൻ, ഒരാൾക്ക് നടന്നു പോകാനുള്ള രീതി പോലും ആ സ്റ്റേജിലെ കസേരകളുടെ എണ്ണത്തിൽ ക്രമീകരിച്ചിട്ടില്ല. എന്ത് സ്റ്റേജ് നിർമ്മാണമാണ് ഇവർ ചെയ്തിരിക്കുന്നത്? അത് GCDയുടെ ചെയർമാൻ ഇരിക്കുന്ന വേദിയാണ്, ഒരു മന്ത്രി ഇരിക്കുന്ന വേദിയാണ്. പറയൂ ചേട്ടാ. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ സംവിധാനത്തിന് വഴിയൊരുക്കി കൊടുത്തിട്ടുള്ളത് എങ്കിൽ അതിന് ആരാണോ വഴിയൊരുക്കി കൊടുത്തത് അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതിന് പകരം ഇത്തരം സാധാരണക്കാരായിട്ടുള്ള താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങളുടെ മുഖത്ത് കൊടിയിടുകയാണ്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയില്ലേ? ഇപ്പൊ അവര് കോൺഗ്രസിന്റെ ഒരു MLA ആയതുകൊണ്ടാണോ ഇവർക്കെതിരെ അവരിങ്ങനെ ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്നത്? നേരെ മറിച്ച് CPMന്റെ ഒരു MLA വീണെങ്കിൽ ഈ കേസ് എത്ര ബലപ്പെട്ടേനെ, അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്ക് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കലർത്തേണ്ട സാഹചര്യം ഇല്ല. രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം കേവലം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന്, കാര്യം ഈ ചേട്ടാ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായോണ്ടല്ലേ ഇവിടെ നടക്കുന്ന അനേകം പ്രോഗ്രാമുകൾ, ഈവന്റുകൾ നിയമത്തിന്റെ ചട്ടം അനുസരിച്ചല്ല നടക്കുന്നത്, എന്തെല്ലാം തട്ടിപ്പുകളാണ് നടക്കുന്നതെന്നുള്ള വെളിയിൽ വന്നില്ലേ? അത് ശരിയാ. അതല്ല, നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ സ്റ്റേഡിയം ഇനിയൊരു പരിപാടിക്ക്, ഒരു പ്രോഗ്രാമിന്, ഈവൻ അലോട്ടഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ പോലും, അല്ല ഇനി ഫുട്ബോൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ. ഫുട്ബോൾ കളിയാണെങ്കിൽ പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഏതെല്ലാം തരത്തിലാണോ വേണ്ടത് ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷം മാത്രമേ സ്റ്റേഡിയം അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ്. അത് ചേട്ടാ എന്തെങ്കിലും സംശയം, നമ്മൾ ഇത്രയും സംസാരിച്ചല്ലേ, ഇതിൽ കറക്റ്റായിട്ട് ഇതിന്റെ പിന്നിലെ പ്രതികൾ ആരായിരിക്കും, ആരാണ് ശരിക്കും പ്രതി എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദ്യം ചെയ്യേണ്ടത്, കേസെടുക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ള ഒരു മേഖലയും ഇതിന്റെ അകത്ത് ഈ സ്റ്റേജ് നിർമ്മാണം അടക്കം നടത്തിയിട്ടുള്ള ഈ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും അടക്കമുള്ളവർക്ക് അവരെതിരെയാണ് കേസെടുക്കേണ്ടത്. അപ്പൊ GCDക്ക് ഒരു പങ്കുമില്ലേ? GCD ആണല്ലോ ഈ സ്ഥലം അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റേഡിയത്തിനോട് അനുബന്ധമായി താങ്കൾ തന്നെ പറഞ്ഞു, ഈ പറയുന്ന ആംബുലൻസ് ഇടാനോ മറ്റു സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വാഹനം ഇടാനോ എല്ലായിടവും കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു സംവിധാനവും ഇല്ല. 50,000-ലധികം കാണികൾ കളി കാണാൻ വരുന്ന ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ഒരു ഹോം ഗ്രൗണ്ടാണ്. അപ്പൊ അവർക്ക് കൊടുത്തത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ചേട്ടാ ഒന്ന് പറഞ്ഞ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും ആ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഓരോന്നുമായിട്ട് ചർച്ച ചെയ്യാൻ പോയാൽ ഒരു പക്ഷേ GCDയുടെ നമ്മളുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിനകത്തെ പല കാര്യങ്ങളും നമുക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കും. നമുക്ക് എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് ഉണ്ടായ അപകടം, ആ അപകടത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നേരെ ശക്തമായിട്ടുള്ള ആ നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാ മേഖലകളും റിക്കവറി ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ അവര് സുഖം പ്രാപിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളോട് മുമ്പിലേക്ക്. ശരി, ഓക്കെ, താങ്ക് യു.